ഇക്കഴിഞ്ഞ ശനിയാഴ്ച അസമിൽ നിന്നൊരു വാർത്ത വന്നു. അതായത് ഒരു 15 വയസ്സുള്ള പെൺകുട്ടി വീടിനുള്ളിൽ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു. അതായത് പീഡനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാത്തത് കൊണ്ട് ആ കാര്യത്തിൽ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. കാരണം ഈ കുട്ടിയുടെ ബോഡി കണ്ടെത്തുന്ന സമയത്ത് ഭയങ്കര വികൃതമായിരുന്നു. മുഖമൊക്കെ തല്ലി ചതച്ച് വളരെ വികൃതമായ അവസ്ഥയിലായിരുന്നു മുഖവും ശരീരവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം 2 ദിവസം ആയിട്ടേ ഉള്ളൂ. ഒരു ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത്. അപ്പം അപ്ഡേഷൻസ് ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം ഇത് വീടിനുള്ളിൽ നടന്നു. അതായത് വീട്ടുകാർ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷന് പോയ സമയത്താണ് ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചത്. അടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബന്ധുക്കളൊക്കെ, പക്ഷെ ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഇതേപോലെ പല സംഭവങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ട് 2022 വിഷ്ണുപ്രിയ കൊലക്കേസും. അതും ഇതുപോലെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ വീട്ടിനുള്ളിലും സുരക്ഷിതരല്ല. അതെ, നമ്മുടെ ഇതിനു മുൻപ് നമ്മൾ നോക്കിയ പെരുമ്പാവൂർ ജിഷ കൊലക്കേസ്, അത് നമ്മുടെ കൺമുമ്പിലുണ്ട്. ആദ്യമായി നമ്മൾ കേട്ട് ഞെട്ടിപ്പോകുന്ന ജിഷ എന്ന് പറയാൻ പാടില്ല എന്ന് കോടതിയുടെ ഓർഡർ ഉണ്ടല്ലേ? കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്തിട്ട് അവിടെ പെരുമ്പാവൂരെ നിയമ വിദ്യാർത്ഥി അങ്ങനെ പറയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് ഇന്നും ഒന്നിലേ തുടങ്ങിയ സംഭവമൊന്നുമല്ല. നമ്മളൊരു പക്ഷേ ആദ്യമായിട്ട് ഞെട്ടലുണ്ടാക്കുന്ന പെരുമ്പാവൂരിലൊരു പെൺകുട്ടിയുടെ കൊലപാതകമാണ്. ഒരു പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ക്രൂരമായ അതിക്രൂരമായ ഒരു എന്താ പറയുക മനസ്സുകൊണ്ട് ചെയ്ത ഒരു കൊലപാതകം. ഒരു പക്ഷേ അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിറങ്ങലിച്ച് പോകുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ മാസങ്ങളിൽ മരിച്ചു പോവുകയും ചെയ്തു. ഇതുപോലെ ഒരെണ്ണമാണ് ഇപ്പോൾ ഈ വിദ്യ സൂചിപ്പിച്ച വിഷ്ണുപ്രിയ കൊലക്കേസ്. അത് 2022 ഒക്ടോബർ മാസം 22-ാം തീയതിയാണ് ആ സംഭവം നടക്കുന്നത്. ഏകദേശം 4 വർഷങ്ങളാവുന്നു. അത് വന്നിട്ട് ഇവരുടെ രക്ഷിതാക്കളെല്ലാം ഇവരുടെ തൊട്ടടുത്ത് ഒരു മരണം ഉണ്ടായി. ആ മരണം വിഷ്ണുപ്രിയയുടെ അച്ഛൻ്റെ അമ്മയോ മറ്റാണ് മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളെല്ലാവരും വിഷ്ണുപ്രിയ ഉൾപ്പെടെ എല്ലാവരും മരണത്തിൽ പങ്കെടുക്കാനായി പോയി. അപ്പം മരണത്തിൽ പങ്കെടുക്കാൻ പോയി അവരെല്ലാം മരിപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അമ്മ എവിടെയുണ്ട്, അച്ഛൻ്റെ പേര് എനിക്ക് തോന്നുന്നു വിനോദ്, അങ്ങനെ എന്തോ ആണ് അച്ഛൻ്റെ പേര്. അപ്പം അവരെല്ലാം മരണത്തിലൊക്കെ പങ്കെടുക്കുന്നു. അതിനിടയിൽ ഈ വിഷ്ണുപ്രിയ വീട്ടിലേക്ക് വരുന്നു. അപ്പം അടക്കമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അടക്കമെല്ലാം കഴിഞ്ഞപ്പം വീട്ടിലേക്ക് വന്ന് ഒന്ന് ഫ്രഷപ്പ് ആവാം എന്നൊക്കെ കരുതി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി തിരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ പോകണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം പകൽ സമയമാണ് സംഭവം. നേരെ ഈ കുട്ടി നേരെ വീട്ടിലേക്ക് വരികയാണ് വിഷ്ണുപ്രിയ. വീട്ടിലേക്ക് വന്നു അപ്പം വീട്ടിലേക്ക് അങ്ങ് പോയി. അപ്പോൾ കുളിക്കുകയോ കാര്യങ്ങളൊക്കെ ആവും. വീട്ടുകാരും വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം ഈ കുട്ടിയുടെ അമ്മ ഈ വിഷ്ണുപ്രിയ കുറേ നേരമായി പോയിട്ട് കാണുന്നില്ല. ഇപ്പം കാണാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്തു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. മകളെ കാണണമല്ലോ, പേര് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. വീട്ടിലേക്ക് വന്ന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടീനെ കാണാനായി എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ കഥ എല്ലാം തുറന്നു കിടക്കുകയാണ്. അപ്പോൾ കഥ എല്ലാം തുറന്നു കിടന്നു. വിഷ്ണുപ്രിയയുടെ അമ്മ പതുക്കെ കഥ എല്ലാം തുറന്ന് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി വിളിക്കുന്നുണ്ട്, വിഷ്ണുപ്രിയെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നീ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. നീ കുറേ നേരമല്ലോ പോയിട്ട്, നിന്നെ കാണുന്നില്ലല്ലോ, ഞങ്ങളെല്ലാം കുറേ നേരം നിന്നെ കാത്തിരുന്നു, എന്നിട്ടാണ് തിരിച്ച് അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വന്ന് പലയിടത്തും നോക്കിയപ്പം ഇവളുടെ ബെഡ്റൂമിലേക്ക് തന്നെ ഈ വിഷ്ണുപ്രിയയുടെ അമ്മ കയറി വരികയാണ്. കയറി വന്ന് നോക്കിയ സമയത്ത് സത്യത്തിൽ അവരുടെ അമ്മ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് തലയൊക്കെ പൊട്ടിത്തകർന്ന് പകുതി ബെഡിലും പകുതി പുറത്തുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വിളിച്ചു നോക്കിയപ്പം മനസ്സിലായ ആള് മരിച്ചു. അത്രയ്ക്ക് ക്രൂരമായൊരു കൊലപാതകം എന്ന് പറയാം. അപ്പം ഇവർ ബഹളം വെച്ചു. അയൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. ആൾക്കാരെല്ലാം ഓടിക്കൂടിയ സമയത്ത് ഇത് ക്രൂരമായ ഒരു കൊലപാതകമായി തന്നെ കാണേണ്ടി വരും. എന്തോ വലിയൊരു വസ്തു കൊണ്ട് ഈ കുട്ടിയുടെ തല അടിച്ച് പൊളിച്ചിരിക്കുന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചൊരു കാര്യം. ആകപ്പാടെ വികൃതമായ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ പോലീസ് വന്നു അവിടെ എല്ലാം നോക്കിയപ്പം ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. ആരാണ് കൊന്നത്, ആരാണ് ഇവിടെ വന്നത്, ആരോ വീട്ടിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തി വിഷ്ണുപ്രിയ. ഇതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ പലപ്പോഴും സ്വാഭാവികമെന്നാണ്. അപ്പോൾ ഫോറൻസിക്കുകാർ വന്നു, ഫിംഗർ പ്രിൻറ്റ് വിരലടയാള വിദഗ്ധരൊക്കെ വന്നു. അങ്ങനെ എല്ലാം നോക്കി ഇൻക്വസ്റ്റ് ഒക്കെ നടത്തി.
അതിന് പ്രേതപരിശോധന എന്ന് പറയും. പ്രേതപരിശോധനയൊക്കെ നടത്തി പിന്നീട് സ്വാഭാവികമെന്നോണം ഒരു കൊലക്കേസ് ആകുമ്പോൾ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് യഥാർത്ഥ മരണകാരണം അറിയുന്നതും എപ്പോൾ മരിച്ചു, കാര്യം മരണം നടന്ന എപ്പോഴാണ് എന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയച്ചു. അപ്പോഴും പോലീസിൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ ഒരൊറ്റ ചോദ്യമാണ്, ആരാണ് ഈ കുട്ടിയെ കൊന്നത്? അപ്പോൾ അങ്ങനെ പലതരത്തിൽ അയൽവക്കക്കാരോടൊക്കെ ചോദിച്ചു. അങ്ങനെ അയൽവക്കക്കാരും ഇപ്പം നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ വന്നു പോകുന്നത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ വലിയ വിരലടയാളം എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നുമില്ല. ഏറ്റവും ഒടുവിൽ പോലീസ് പിന്നീട് സ്വാഭാവികം എന്നാണ് ഈ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കും. അപ്പോൾ ഈ ഫോൺ റെക്കോർഡിങ്ങളൊക്കെ പരിശോധിച്ച് വന്നപ്പം ഒരു ചെറുപ്പക്കാരൻ നിരന്തരം ഈ പെൺകുട്ടീനെ വിളിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. നിരന്തരം ഈ കുട്ടീനെ വിളിക്കും, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, നിരന്തരം വിളിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ കുട്ടി ശ്യാംജിത്ത് എന്ന് പറയുന്ന ഒരാളിലേക്കാണ് അത് വിരലിച്ചുകൊണ്ട്. നീ നമ്പരൊക്കെ വെച്ച് നോക്കിയപ്പോൾ ശ്യാംജിത്ത് എന്നാണ് ആളുടെ പേര്, പയ്യൻ്റെ പേര്. അന്ന് ഈ വിഷ്ണുപ്രിയയ്ക്ക് പ്രായം എനിക്ക് തോന്നുന്നു 23 വയസ്സ്, 23-24 വയസ്സ് പ്രായം മാത്രമാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 27-28 വയസ്സായതിന്. അപ്പോൾ അങ്ങനെ ഈ അത് നോക്കിയപ്പോൾ ശ്യാംജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ഈ നിരന്തരം വിളിക്കുന്നതായിട്ട് മനസ്സിലായി. ആരാണ് ഈ ശ്യാംജിത്ത്? പിന്നീട് പോലീസ് എൻക്വയറി ചെയ്യണം, അവൻ എന്തിനാണ് ഇവിടെ വന്നത്. അപ്പോൾ ശ്യാംജിത്തിന്റെ ഫോൺ ട്രേസ് ഔട്ട് ചെയ്തു. ശ്യാംജിത്തിന്റെ ഫോൺ ട്രേസ് ഔട്ട് ചെയ്തു. ഇത് സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം കഴിയുന്നു, ഡെഡ് ബോഡി മറവ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ എല്ലാ ചടങ്ങുകളും ഒക്കെ അവിടെ പൂർത്തിയായി. അതിനുശേഷമാണല്ലോ അന്വേഷണം ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ പോലീസ് ഈ കേസ് വിടാതെ തന്നെ പിന്തുടർന്നു. എനിക്കൊന്ന് വളരെ എളുപ്പത്തിൽ പ്രതിയിലേക്ക് എത്തിയൊരു കേസ് കൂടി ചെയ്തു. ഈ ശ്യാംജിത്തിന്റെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി. അപ്പം കാര്യം ഫോൺ റെക്കോർഡ് പരിശോധിക്കുന്നു. ശ്യാംജിത്തിന്റെ നമ്പർ ട്രേസ് ഔട്ട് ചെയ്തപ്പോൾ ശ്യാംജിത്ത് ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതോടുകൂടി ശ്യാംജിത്തിന് എന്തോ ഈ കൊലയ്ക്കകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി. ശ്യാംജിത്ത് ആണ് കൊലപാതകി എന്ന് തെളിയിക്കണമെങ്കിൽ ഇനിയും തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും ഇത് പോയപ്പോൾ അത് ഇവളുടെ ഫോണ് കണ്ടു, മൊബൈൽ ഫോൺ കണ്ടു കിട്ടിയപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ഈ ഉണ്ടായിരുന്നത്, അപ്പോൾ ഇവള് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് വേറൊരു പയ്യനോട് ഈ കൃഷ്ണപ്രിയ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്താണ് ഈ ശ്യാംജിത്ത് ഇതിലേക്ക് വരുന്നത്, അതായത് ഈ വീടിനുള്ളിലേക്ക് കയറി വരുന്നത്. ഈ ശ്യാംജിത്ത് കയറി വരുന്ന പാടെ തന്നെ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപ്രിയ വേറൊരാളുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട പാടെ തന്നെ ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വരുന്നു, അയാൾ വീഡിയോയിൽ മറ്റേ അങ്ങേ തലക്കിലിരുന്ന പയ്യൻ ഇത് കാണുകയും ചെയ്തു. അങ്ങനെ ഒരു ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ആ പയ്യനെയാണ് കിട്ടിയത്. ആ പയ്യന്റെ പേര് വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഇവൻ വന്ന് ഇവന്റെ കയ്യിൽ ഒരു വലിയ കൂടം ഉണ്ടായിരുന്നു, ചുറ്റിക. ഈ ചുറ്റിക കൊണ്ട് തലങ്ങും വിലങ്ങും ഈ കൃഷ്ണപ്രിയയെ അടിക്കുകയാണ്. അടിച്ചിട്ട് ഈ തലയിലും ഒക്കെ ചുറ്റി കൊണ്ട് അടിക്കുന്ന സമയത്ത് ഈ സ്കള്ള് പൊട്ടിയിട്ട് ഈ രക്തം വന്ന് ഈ ഭിത്തിയിലും ബെഡ്ഷീറ്റിലും എന്തിനറിയാം ഇവന്റെ മുഖത്തും എല്ലാം ഇങ്ങനെ തെറിച്ച് വീഴുക. അങ്ങനെ അവന്റെ ഒരു വൈരാഗ്യം തീരുന്നവരെ, ദേഷ്യം തീരുന്നവരെ ഈ കൃഷ്ണപ്രിയയെ തലങ്ങും വിലങ്ങും അടിച്ച് തല പൊട്ടിച്ച് ചെതറി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വീണു, മരണം ഉറപ്പാക്കി. അപ്പോഴേക്ക് ആ പയ്യൻ ഇത് കണ്ടു. അങ്ങനെ പോലീസ് ഇങ്ങനെ ഒരു കോള്, ഇവളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കോള് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ആ പയ്യനുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ഈ ചെറുപ്പക്കാരനെ, ഈ ശ്യാംജിത്തിനെ കണ്ടതായി പറയുന്നത്. ഇവൻ്റെ കയ്യിൽ കയ്യുറ ഉണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാമഗ്രികൾ അടങ്ങിയ ഒരു ബാഗ് ഇവൻ്റെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈക്കിൽ ഒരിടത്ത് വെച്ചിട്ടാണ് ഇവൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ പരിശോധന എങ്ങോട്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പിന്നീട് വേണ്ടതെന്ന് പറഞ്ഞാൽ തെളിവുകളാണ്. ഇവൻ എവിടുന്ന് വാങ്ങി ഈ സാധനം. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാനൂരുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ഇവൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ഈ ചുറ്റിക മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ ചുറ്റിക അവന് കൊല്ലാൻ ഉപയോഗിച്ച ആയുധം മേടിച്ചത് എവിടെ നിന്നാണ് എന്ന് പോലീസ് കൃത്യമായി കണ്ടെത്തി. അതിനുശേഷം ഇവൻ പോകുന്ന വഴിയിൽ ഈ ചുറ്റിക ഉപേക്ഷിച്ചു. പിന്നീട് ഇവനാണ് കുറ്റം ചെയ്തത് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. കാരണം ശാസ്ത്രീയ തെളിവുകളെല്ലാം ഉണ്ട്. ഇവൻ കൊല ചെയ്യുന്നത് കണ്ട ദൃക്സാക്ഷി ഒരാളുണ്ട്. ഇവൻ കോൾ ചെയ്ത് സ്ഥിരം ഈ പെൺകുട്ടീനെ ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത്, ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് 2 തരത്തിലാണ് വാർത്ത വന്നത്. അത് ശ്യാംജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഈ പറയുന്ന കൃഷ്ണപ്രിയയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഏറെക്കാലമായി, ഏകദേശം ഒരു 4-5 വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം ഒടുവിൽ വഴിമാറി
ഈ പെൺകുട്ടിക്ക് മറ്റൊരു ഈ വീഡിയോ കോളിലുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരനോട് എന്തോ അവർ തമ്മിലൊരു പ്രണയമുണ്ടായി എന്നുള്ള നിലയിലേക്ക് സംസാരിക്കുന്നുണ്ട്. ഇതറിഞ്ഞ ഈ പയ്യനുണ്ടായ പ്രണയപ്പകയിൽ തന്നെ ഈ ശ്യാംജിത്ത് വന്നിട്ട് കൃഷ്ണപ്രിയയെ തീർത്തു കളഞ്ഞു അല്ലെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് കേൾക്കാം. അങ്ങനെ പറയുന്നവരുണ്ട്. മറ്റൊരു വേർഷൻ ഉണ്ട്. ഇതിനകത്ത് 2 വെർഷൻസ് ആണ് വരുന്നത്. ഈ ചെറുപ്പക്കാരൻ ശ്യാംജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഏറെക്കാലമായി ഒരു വൺ സൈഡ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പെൺകുട്ടിയോടുണ്ടായിരുന്നു, ഈ കൃഷ്ണപ്രിയയോടുണ്ടായിരുന്നു, ഒരു വൺ സൈഡ് ലവ്. അപ്പോൾ ഈ വൺ സൈഡ് ലവ് സ്വാഭാവികമായിട്ടും ഇവൻ ബുദ്ധിമുട്ടിക്കും, നിരന്തരം ബുദ്ധിമുട്ടിക്കും. ആ കുട്ടീനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടി തന്നോട് ഇഷ്ടമാണ് എന്ന് പറയുന്നവരെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്ന ശീലമൊക്കെ ഉണ്ടല്ലോ ആൺകുട്ടികൾക്ക്. അപ്പം നിരന്തരം ഫോണിൽ വിളിക്കും. ആ പല ആവർത്തി ഈ കുട്ടി പറഞ്ഞു, ഇനി എന്നെ വിളിക്കരുത് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. എന്നെ വിളിക്കരുത്, ഇനിയും എന്നോട് ഇങ്ങനെ നീ സംസാരിക്കരുത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു താല്പര്യം എൻ്റെ ഉള്ളിലില്ല എന്ന് വരെ ഈ കുട്ടി പല ആവർത്തി പറഞ്ഞു എന്ന തരത്തിൽ വേറൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ വൈരാഗ്യം കൊണ്ടാണ് ഈ കൃഷ്ണപ്രിയയെ കൊന്നുകളഞ്ഞത് എന്നുള്ള നിലയിലാണ് ആ ചെറുപ്പക്കാരൻ ഈ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദൃക്സാക്ഷിയുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി മൊബൈൽ ഫോൺ ഡേറ്റകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവൻ സാധനം മേടിച്ച കടയിൽ നിന്ന് ആള് ഇവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ സാധനം ഇവൻ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ സാധനവും കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെ ശാസ്ത്രീയമായ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള സാഹചര്യ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ദൃക്സാക്ഷികളുടെയൊക്കെ മൊഴിയെടുത്തതിന് ശേഷം പിന്നീട് മനസ്സിലായി ഈ ശ്യാംജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ പെൺകുട്ടിയെ, കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ പട്ടാപ്പകൽ അവളുടെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാകുകയും ചെയ്തു. ഇതാണ് കൃഷ്ണപ്രിയ കേസിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. നമ്മുടെ വീട്ടകങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാണോ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാം, ആറ്റിങ്ങലിൽ വർക്കലയിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇതേപോലെ താൻ ഇഷ്ടമാണ് നിരന്തരം പറഞ്ഞുകൊണ്ട് പറയുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയെ രാത്രിയിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊല്ലുന്ന നിലയിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഈ പ്രണയപ്പക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഒരു പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വനിതാ പോലീസിനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ആ വനിതാ പോലീസ് വിവാഹിതയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെ ഇയാൾ ആ പോലീസ് ഉദ്യോഗസ്ഥയുടെ വീട്ടിലെത്തിയതിന് ശേഷം അവരെയും ചേർത്തുകൊണ്ട് ദേഹത്ത് മണ്ണെണ്ണയോ പെട്രോളോ അങ്ങനെ സംതിങ് എൽസ് അത് ഒഴിച്ചിട്ട് തീ വയ്ക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ. ഈ പെൺകുട്ടി പോകുന്ന വഴിയിൽ അതിനെ കുത്തി വീഴ്ത്തുക, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ക്യാനിൽ പെട്രോൾ തരാത്തത്? നമ്മൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 4-5 കിലോമീറ്റർ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ 2 വീലർ ഉരുട്ടിക്കൊണ്ട് പോയിട്ട് വേണം നമുക്കത് മേടിക്കാൻ. എന്തുകൊണ്ടാണ് നമുക്ക് ക്യാനിൽ പെട്രോൾ തരാത്തത്, അല്ലെങ്കിൽ കുപ്പിക്കുള്ളിൽ പെട്രോൾ തരാത്തത്? എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള പ്രണയപ്പകയുടെ ഒരു വലിയ സ്വാധീനം നമ്മുടെ കേരളത്തിലുണ്ട്. പ്രണയം നിരസിച്ചതിന് കുത്തിക്കൊല്ലുക, പ്രണയം നിരസിച്ചതിന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുക, ഇതൊക്കെ നിരന്തരം സംഭവങ്ങളായതിനു ശേഷം നമ്മളെപ്പോലുള്ള ആൾക്കാർ വണ്ടിക്ക് 2 വീലറിൻ്റെ പെട്രോൾ തീർന്ന് വഴിയിൽ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിക്കകത്ത് പോലും കിട്ടില്ല. ഇതാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ ആ നിലയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ഭയക്കേണ്ടതുണ്ട്. അതുപോലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികൾക്ക് എന്താ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പം വിദ്യ ഒരു പക്ഷേ എന്നോട് ചോദിച്ചേക്കാം. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശീലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മീൻസ് ഇപ്പം നമ്മളെ പ്രൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും നല്ല 4 വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾക്കൊപ്പം കൂടുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഉത്തരവാദി എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു കുട്ടിയെ കാണാതായതും കിട്ടിയതും ഓച്ചിറയിലുള്ള ഒരു ഐസ് കച്ചവടക്കാരന്റെ കൂടെ പോയതും അതിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ ഭയങ്കര വലുതാണ്. ഇപ്പം ഈ പറയുന്ന പോലെ പറഞ്ഞ ഉദാഹരണം ഒന്ന്. പിന്നീട് അതിനുശേഷം ചിറയൻകീഴ് ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീയെ വീട്ടിനുള്ളിൽ കയറി കഴുത്ത് ഞെരിച്ചും കുത്തിയും കൊലപ്പെടുത്തിയിട്ട് ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എങ്ങനെ ഇതൊക്കെ സംഭവിക്കും ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ആ സോഷ്യൽ മീഡിയയിൽ നമ്മളെ വല വിരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ ചുറ്റിപ്പറ്റി നിരവധി ആൾക്കാർ നമ്മളെ പിന്നാലെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഏത് തരക്കാരാണെന്ന് സത്യം പറയാൻ നമുക്ക് ആർക്കും അറിയില്ല. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ്, ഇവരൊക്കെ നാളെ നമ്മളൊരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ബോധവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മളോട് അടുക്കുന്നവരെയും നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരോട് നമ്മൾ അടുക്കും. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഏറ്റവും ഒടുവിലാണ് മനസ്സിലാവുന്നത് ഇവൻ്റെ സ്വഭാവം വേറെ ആയിരുന്നു എന്നും ഇവൻ ഈ പറഞ്ഞ ടോക്സിസിറ്റി ഒരുപാട് ഉണ്ടായിരുന്ന ഒരാളാണെന്നും ഒക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്ക് നേരം വൈകി കഴിയുമ്പോഴേക്ക് സംഭവിക്കുന്നത് എന്താ? ഇവൻ ടോക്സിക് ആണ് എന്നുള്ള കാര്യം പൊതുജനം അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിയേണ്ടി വരും. അങ്ങനെ
പതുക്കെ ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ ചേരുന്നു എന്നുള്ളതാണ്. അപ്പം പരമാവധി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ആൾക്കാരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവർക്കൊപ്പം പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ അവരെ എൻ്റെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുക. പിന്നെ നമുക്ക് സൗഹൃദങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ, നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് നമ്മുടെ സൗഹൃദങ്ങളായിട്ട്, പിന്നെ നമ്മുടെ അയൽപക്കത്തുള്ളവർ നമ്മുടെ സൗഹൃദം. എന്നാൽ അയൽപക്കത്തുള്ള എല്ലാവരും വിശ്വസിക്കാനും പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം. അയൽപക്കത്തുള്ളവരുണ്ട്, നമുക്ക് നന്നായി അറിയുന്ന, നല്ല ക്യാരക്ടറാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, പഠിക്കുന്നിടത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ തലമുറയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു.